1 2 3 4 5 6 7 8 9 10 11 12 13 എവിടെ ഒളിക്കും? നമുക്ക് ആ മരത്തിന്റെ പുറകിൽ ഒളിച്ചാലോ? ഏയ്, അത് വേണ്ട. നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഒളിച്ചാൽ അവൻ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടുപിടിക്കും. ഒരു കാര്യം ചെയ്യാം, നീ അവിടെ ഒളിച്ചോ, ഞാൻ വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം. ശരി, എന്നാൽ ഞാൻ അവിടെ ഒളിക്കാം. ഇനി ഞാൻ എവിടെ ഒളിക്കും? ആ പട്ടക്കൊടയുടെ അടിയിൽ ഒളിക്കാം. ഇതിന്റെ അടിയിൽ ഇരുന്നാൽ ആരും കണ്ടുപിടിക്കില്ല. 95 96 97 98 100 ഇവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അമ്പടി കള്ളി, ഇതിനകത്തൊളിച്ചാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ. ഇനി ഈ ഗോപി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കട്ടെ. അതാ അവൻ മറഞ്ഞിരിക്കുന്നു. ഇപ്പ ശരിയാക്കാം. ഹായ്, അടുക്കളയിൽ നിന്ന് നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം വരുന്നല്ലോ. ശരിയാ, വാ നമുക്ക് പോയി കഴിക്കാം. വിശന്നിട്ടു വയ്യ. അമ്മേ, എന്തിനാ പാത്രം തട്ടിപ്പറിച്ചേ? അപ്പൂട്ടാ, ഇത് നിങ്ങൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും പങ്കിട്ടെടുത്ത് വേണം കഴിക്കാൻ. ആദ്യം 3 പേരും പോയി കൈ കഴുകിയിട്ട് വന്നേ. കണ്ടില്ലേ, കൈ നിറയെ മണ്ണും ചെളിയുമാണ്. അപ്പൂട്ടാ, അമ്മ പറഞ്ഞതാണ് ശരി. വാ, കൈ കഴുകി വൃത്തിയായി വരാം. വാ, ഇനി പോയി ഉണ്ണിയപ്പം കഴിക്കാം. എന്താ അപ്പൂട്ടാ, നിനക്ക് ഉണ്ണിയപ്പം വേണ്ടേ? ഇപ്പൊ ക്ലീൻ. ആഹാ, അപ്പുണ്ണി മിടുക്കനായല്ലോ. അപ്പ ഞാനോ? നീയും മിടുക്കൻ തന്നെ. അപ്പ ഞാനോ? നീ പണ്ടേ മിടുക്കിയല്ലേ. ഒരിക്കൽ സുന്ദര ഗ്രാമത്തിൽ ജോമോൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അല്പം ദൂരെയുള്ള സ്കൂളിൽ എന്നും ജോമോൻ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജോമോൻ സ്കൂൾ വിട്ട് വളരെ ക്ഷീണിച്ച് നടന്നു വരികയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും മുൻപേ പോയി. പാവം ജോമോൻ വണ്ണം കാരണം പതിയെയായിരുന്നു നടന്നിരുന്നത്.
പതിയെ മാവിൻ തോട്ടത്തിലേക്ക് കയറി. കുട്ടികൾ മാവിലെറിയുന്നതും നോക്കി നിന്നു. ഹായ്, എന്തുമാത്രം മാങ്ങകളാണ് മാവിൽ! ഒരെണ്ണം കിട്ടിയാ തിന്നാമായിരുന്നു. ആ, ഇതാര്? നമ്മുടെ തടിയൻ ജോമോനല്ലേ? എന്താണ് ഇവിടെ? അവന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. കൂട്ടുകാരെ, എനിക്കൊരു മാങ്ങ തരാമോ? അമ്പോ, ഇവൻ പറയണത് കേട്ടോ ചങ്ങാതിമാരെ? ഇവന് മാങ്ങ വേണമെന്ന്. നിനക്ക് വേണേ നീ എറിഞ്ഞിട്. പാവം ജോമോൻ വളരെ വിഷമത്തിലായി. അവന് ഉയരത്തിൽ കല്ലെറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഒരെണ്ണം തരുമോ? ഇല്ല, തരില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ കളർ പെൻസിൽ തരാം. ആർക്ക് വേണം നിന്റെ പെൻസിൽ? ഞങ്ങൾക്കും ഉണ്ട്. എന്നാ ഞാൻ എന്റെ ഈ വാട്ടർ ബോട്ടിൽ തരട്ടെ. അയ്യേ, ഞങ്ങൾക്ക് വേണ്ട നിന്റെ പഴയ ബോട്ടിൽ. നീ എന്ത് തന്നാലും മാങ്ങ ഞങ്ങൾ തരില്ല. ഈ തടിയനൊരു മണ്ടൻ തന്നെ. കഷ്ടം. ഈ സമയത്ത് ഇതൊക്കെ കണ്ടും കേട്ടും മരത്തിന്റെ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഒരു കുരങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. പാവം പയ്യൻ, അവനെ എല്ലാവരും കൂടി പരിഹസിക്കുകയാണ്. എങ്ങനെ അവനെ സഹായിക്കാം? ഓഹോ, ഹായ് ഹായ്, പഴുത്ത മാങ്ങ. എന്താ ചങ്ങാതി നമ്മൾ കണ്ടത്? നമ്മൾ ജോമോനെ കളിയാക്കണ്ടായിരുന്നു. അതെ അതെ, ജോമോന് മാങ്ങ കൊടുത്തിരുന്നാൽ അവൻ നമുക്കും മാമ്പഴം തന്നേനെ. ഇനി എങ്ങനെ ചോദിക്കും? ഹായ് ഹായ്, എന്തു മധുരം! തേനിനാണോ ഈ മാമ്പഴത്തിനാണോ മധുരം? സംശയമില്ല, ഈ മാമ്പഴത്തിന് തന്നെ. കൂട്ടുകാരാ ജോമോനെ, എനിക്കൊരു മാമ്പഴം തരാമോ? ഒരു മാമ്പഴം തരുമോ കൂട്ടുകാരാ? ഞങ്ങൾ എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചോളാം. അതിനെന്താ, ഇങ്ങ് വാ. ഇതാ കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. ഞങ്ങളോട് ക്ഷമിക്ക് കൂട്ടുകാരാ. എന്തിന്? ഞങ്ങൾ മാങ്ങ തരാത്തതിനും തടിയാന്ന് വിളിച്ചതിനും. അതൊന്നും സാരമില്ല, നിങ്ങളിപ്പോ എന്റെ ചങ്ങാതിമാരായല്ലോ, അതു മതി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. അങ്ങനെ നന്മയുള്ള ജോമോന് നിറയെ മാമ്പഴവും കിട്ടി, നിറയെ കൂട്ടുകാരെയും കിട്ടി. പതിവ് പോലെ വൈകുന്നേരം ദേവൂട്ടിയും കൂട്ടുകാരും കൂടി മുത്തശ്ശി മാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കളിക്കുകയായിരുന്നു. അച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നീ കള്ളക്കളിയാണ് കളിക്കുന്നത്. അയ്യോ, ഞാനങ്ങനെ ചെയ്യോ? ഓ, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നമുക്ക് ആദ്യം മുതൽ എണ്ണിത്തിരിക്കാം. എന്നാ ഞാൻ എണ്ണും. ശരി. 1 2 3 4 5 6
ആരെനിക്ക് വെള്ളം തന്നു, വെള്ളം ഞാൻ ചെടിക്കൊഴിച്ചു, ചെടി എനിക്ക് പൂവ് തന്നു, പൂവ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ എനിക്ക് ചോറ് തന്നു, ചോറ് ഞാൻ പട്ടിക്ക് കൊടുത്തു, പട്ടി എന്നെ കടിച്ചു. ബൗ ബൗ ബൗ, കുഞ്ഞുട്ടി പുറത്തായി, കുഞ്ഞുട്ടി പുറത്തായി. അതെങ്ങനാ? നീ കള്ളം പറയാ. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. സമ്മതിച്ചേ പറ്റൂ. നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോ, അപ്പോഴേക്ക് ഞാനിത് നിന്ന് തീർക്കാം. അമ്പട കേമ തീപ്പട്ടി കോലെ വരയ്ക്കുമ്പോ കത്തും കത്തുമ്പോ ചിരിക്കും. ഒന്ന് നിർത്തി പിള്ളേരെ, ആ കിളി പോലും ചിരിക്കുന്നുണ്ടാവും. കുട്ടികളുടെ കുസൃതിയും കുറുമ്പുമെല്ലാം മുത്തശ്ശിമാവിന്റെ ചില്ലയിലിരുന്നു കൊണ്ട് ഒരു മഞ്ഞക്കിളി കാണുന്നുണ്ടായിരുന്നു. ശോ, ഈ കുട്ടികളുടെ ഒരു കാര്യമേ, കുസൃതി കുരുന്നുകൾ തന്നെ. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. നാളെ നിങ്ങളും ആ കുട്ടികളെ പോലെ പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യും. അതും ഞാൻ കണ്ട് സന്തോഷിക്കും. കുഞ്ഞുട്ടിയും കള്ളക്കളിയാണ്. അമ്പടി കേമി, നിനക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാം മോളെ നിന്റെ അടവൊക്കെ. ഞാനോ? ഞാൻ എന്തിനാ കള്ളം പറഞ്ഞ് നിങ്ങളെ പുറത്താക്കുന്നത്? എനിക്ക് അല്ലാതെ ജയിക്കാൻ അറിയാം. നിങ്ങൾ ആദ്യം അതൊന്ന് തിന്നറക്ക്, വേണ്ടെങ്കി എനിക്ക് തന്നേക്ക്. എടാ, നീയല്ലേ ഇത് കൊണ്ടുവന്നത്, എന്നിട്ട് നീ തന്നെ ചോദിക്കുന്നോ? ആ സമയം മുത്തശ്ശിമാവിന്റെ അടുത്തേക്ക് ഒരു വേടൻ വരുന്നുണ്ടായിരുന്നു. അയാൾ ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഇതൊരു നല്ല സ്ഥലം തന്നെ. ഇവിടെ എന്തായാലും പക്ഷികളുണ്ടാവും. അതൊരു അപൂർവ ഇനം പക്ഷി തന്നെ, സംശയമില്ല. ഇത് തന്നെ തക്കം. പക്ഷികൾ ഇപ്പോഴാ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. ഹായ്, കിട്ടിപ്പോയി കിട്ടിപ്പോയി. അയ്യോ നോക്കിക്കേ, ദേണ്ടൊരു വേടൻ. അയ്യോ അയ്യോ ഓടിക്കോ. പാവം, അതിന്റെ കുഞ്ഞുങ്ങൾ ഈ മരത്തിലുണ്ടല്ലോ. ഇനി അതിനെ ആര് നോക്കും? കിളിയെ രക്ഷിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇനി ആ പക്ഷി കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? ആ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാം. അതേ ദേവു, നമ്മൾ ഇതിനെ നോക്കും, നമുക്ക് വളർത്താം. അങ്ങനെ ദേവൂട്ടിയും കൂട്ടുകാരും കൂടി കിളിക്കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തീരുമാനിച്ചു. കുട്ടികൾ ഓരോ ദിവസവും അവയ്ക്ക് തീറ്റ കൊടുത്തു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കിളിക്കുഞ്ഞുങ്ങളെല്ലാം പറക്കുവാൻ പാകമെത്തി. നിങ്ങൾ ദൂരേക്ക് പറന്നു പൊയ്ക്കോ. ഇവിടെ നിന്നാൽ നിങ്ങളെയും ആൾക്കാർ പിടിച്ചോണ്ട് പോകും. ദൂരെ ഒരു വലിയ കാടുണ്ട്, അവിടെ നിങ്ങൾക്ക് നിറയെ കൂട്ടുകാരെ കിട്ടും. അങ്ങോട്ട് പൊക്കിയോട്ടോ. പക്ഷിക്കുഞ്ഞുങ്ങൾ അവരുടെ ചിറകുകൾ വിടർത്തി ദൂരേക്ക് പറന്നു പോകുന്നത് ദേവൂട്ടിയും കൂട്ടുകാരും നോക്കി നിന്നു. ഒന്ന് വേഗം എടുക്ക്, ഇനിയും ഒരുപാടുണ്ട്. പെട്ടെന്ന് ആട്ടടേ. ഇങ്ങനെ പോയാൽ ഞാൻ ലോറി വിളിക്കേണ്ടി വരും. വെറുതെ ജോലിയൊന്നും ചെയ്യാതെ ഒരിടത്തിരുന്ന് ഉറങ്ങിയാലോ? എന്താ കേട്ടില്ല? അല്ല, ഞാൻ പറയുമായിരുന്നു വെറുതെ ഉറങ്ങാതെ വേഗം ജോലി തീർക്കാമെന്ന്. ഉറുമ്പിൻ കൂട്ടം തിരക്ക് പിടിച്ച് തങ്ങളുടെ ജോലി തിരക്കിനിടയിൽ ഒരു വലിയ ശബ്ദം കേൾക്കാനിടയായി. എന്താ വലിയൊരു ശബ്ദം കേട്ടത്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ അടുത്തല്ലേ നിൽക്കുന്നേ. എനിക്ക് മാജിക് ഒന്നും അറിയില്ല, പോയി നോക്കാം.
ഇരുവരും കൂടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ നടന്നു. വല്ല ചക്കയോ മാങ്ങയോ ആണേൽ ദാ അവിടെ വെറുതെ നിൽക്കുന്ന ഉറുമ്പാളുടെ തലയിൽ വെച്ചു കൊടുക്കാം. വേണ്ട, നോക്കിയേ. അയ്യോ, ഒരു പാവം തേനീച്ച ബോധം കെട്ട് കിടക്കുന്നു. നമുക്കിതിനെ കിന്നര വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയാലോ? ഇതിന് ബോധമുണ്ട്. എന്നാ ബോധം പോയിട്ട് കൊണ്ടുപോവാ. ഓ, ബോധം പോയി. വാ, നിന്റെ തലയിലേക്ക് ഞാനിതെടുത്ത് വെച്ചു തരാം. അത് വേണ്ട. എന്നാ ഒരുമിച്ച് പിടിക്കാം. നീ തല പിടിക്ക്, ഞാൻ കാല് പിടിക്കാം. അത് പറ്റില്ല. നീ കാല് പിടിക്കേ, ഞാൻ തലയിൽ പിടിക്കാം. നമ്മൾ ചെയ്യുന്ന നന്മകൾ എല്ലാവരും അറിഞ്ഞാ മതിയായിരുന്നു. ഇരുവരും കൂടി തേനീച്ചയെയും കൊണ്ട് വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ ഇതെല്ലാം മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു തുമ്പി കാണുന്നുണ്ടായിരുന്നു. ഓഹോ, പാവം തേനീച്ചയെ തലക്കടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോകുവാണല്ലേ. ശരിയാക്കി തരാം. എന്നാലും അതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെ വരേണ്ടതല്ലോ. ആശാനെ, ആശാൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? ഓ, എന്റെ ശിഷ്യ ഒന്നും പറയണ്ട. കരച്ചില് നിർത്താനേ കുറുമ്പി ആനയ്ക്ക് ഞാനൊരു മരുന്ന് കൊടുത്തു. എന്നിട്ട് കരച്ചില് നിന്നു. പക്ഷേ ഇപ്പൊ ചിരി നിൽക്കുന്നില്ല. എന്തായാലും കരച്ചില് നിന്നല്ലോ. ഓ, നിന്നു. ആശാനെ, ഒരു കോള് വരുന്നുണ്ട്. മഴക്കോളോ? ഈ ചൂട് കാലത്തോ? ആശാനെ, അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ ശിഷ്യ. ആശാനെ നോക്കിയേ, അവർക്ക് നടന്നു വരാൻ വലിയ പാടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി സഹായിക്കട്ടെ? വേണ്ട വേണ്ട, അവര് പതിയെ വന്നാ മതി. അതെന്താ ആശാനെ? എന്നാലല്ലേ ഞങ്ങൾ വൈദ്യന്മാരുടെ അന്താരാഷ്ട്ര ചോദ്യം ചോദിക്കാൻ പറ്റൂ. അതെന്ത് ചോദ്യം? എന്താ കൊണ്ടുവരാൻ വൈകിയത് എന്ന്. നീ ഒരു മണ്ടൻ തന്നെ. ആശാന്റെ കൂടെ കൂടിയതിന് ശേഷമാ. വൈദ്യരെ, ഒന്ന് നോക്കണം, ബോധമില്ല. എന്താ കൊണ്ടുവരാൻ വൈകിയത്? വീണപ്പോൾ ബോധമുണ്ടായിരുന്നു വൈദ്യരെ. പിന്നെ ബോധം പോകുന്നത് വരെ കാത്തിരുന്നു. വൈദ്യൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതെ അതെ, നല്ല കഴിവുള്ള വൈദ്യനാണ്. അപ്പോഴേക്കും തേനീച്ച പട്ടാളം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അയ്യോ, നോക്കിയേ, തേനീച്ചക്കൂട്ടം. നിങ്ങൾ എന്റെ അനിയനെ പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാണ്? അയ്യോ, ഞാൻ പിടിച്ചോണ്ട് വന്നൊന്നുമല്ല. പിന്നെ എടുത്തോണ്ട് വന്നതാ അല്ലേ? തേനീച്ചക്കൂട്ടവും ഉറുമ്പും തമ്മിൽ ആകെ ബഹളമായി. കാര്യം നിസാരം, പ്രശ്നം ഗുരുതരം. എന്താ സംഭവം? ഓ, ഞാൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നമൊന്നുമല്ല, നിന്റെ ബോധം പോയതിനെ പറ്റിയുള്ള തല്ലാണ്. ഓ, അപ്പൊ ഞാൻ നടന്നതെല്ലാം പറഞ്ഞിട്ട് പ്രശ്നം തീർക്കണമായിരിക്കും. അതല്ലേ അതിന്റെ രീതി. അപ്പോ എന്റെ മണ്ടത്തരം എല്ലാരും അറിയില്ലേ? എന്നാലും നീ എല്ലാം പറയണം, അതാ രീതി. ശരി, എല്ലാവരും ഒന്ന് നിർത്തിക്കേ. ഹായ്, എന്താ ശാന്തത? ചെറുതായി ഞാൻ നിലത്തൊന്ന് വീണു, അങ്ങനെയാ ബോധം പോയേ. അയ്യോ, ഞാൻ പെട്ടു. നാട് വിടാം, അല്ലേ കള്ളം പറഞ്ഞതിന് എന്നെ അവരിടിച്ച് തേനെടുക്കും. കണ്ടോ? പറഞ്ഞത് കണ്ടോ? കണ്ടില്ല, പക്ഷെ പറഞ്ഞത് കേട്ടു. സത്യമറിയാതെ നിങ്ങളോട് വഴക്കുണ്ടാക്കിയതിന് ഞങ്ങളോട് ക്ഷമിക്കണം. തേനീച്ചയിൽ നിന്ന് തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ തേനീച്ച പട്ടാളത്തിന് തങ്ങളുടെ എടുത്തുചാട്ടം തെറ്റായെന്ന് ബോധ്യമാവുകയും ഉറുമ്പുകളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു.
പൂച്ചേട്ടാ. ഹോ, ഞാൻ മുട്ടായി ആദ്യമേ തിന്നണ്ടായിരുന്നു. കിട്ടുണ്ണി, നിന്റെ മുട്ടായിയുടെ പാതി എനിക്ക് തരാമോ? ഇല്ല, ഞാൻ തരില്ല. പകുതി മുട്ടായി എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് പഴുത്ത പേരയ്ക്ക പറിച്ചു തരാം. എവിടെ നിന്ന് പേരയ്ക്ക കൊണ്ടുതരും? ചേട്ടൻ കള്ളം പറയണതാ. മൂത്തവർ കള്ളം പറയരുത്. ഞാൻ നുണ പറഞ്ഞതല്ല കിട്ടു, സത്യമാ പറഞ്ഞത്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ശരി, എന്നാൽ എന്റെ കൂടെ വാ. ആ ദേ കിട്ടു, നോക്കിയേ, നിറയെ പേരയ്ക്ക. ഹായ് ഹായ് അയ്യാ, ഇതുമാത്രം പേരയ്ക്ക. ഇത് മൊത്തം നമുക്ക് പറിക്കാം ചേട്ടാ. അതിനെന്താ, നിനക്ക് വേണ്ട അത്രയും നമുക്ക് പറിക്കാം. മുട്ടായി പകുതി താ. ദേ നോക്ക് കിട്ടു, ഒരു തത്ത. പേരമരത്തിലൊരു തത്ത. ശരിയാണല്ലോ, എന്ത് ഭംഗിയുള്ള തത്ത. ഹായ് ഹായ്, നമുക്കതിനെ പിടിക്കാൻ പൂച്ചേട്ടാ. നോക്ക് കിട്ടു, തത്തമ്മ തെങ്ങിന്റെ പൊത്തിൽ കയറി. എനിക്കതിനെ വേണം. നമുക്ക് തെങ്ങ് കയറുന്ന കണാരൻ മാമനെ വിളിച്ചോണ്ട് വരാം, വാ. എന്താ മക്കളെ? അത് ഞങ്ങൾക്കൊരു തത്തയെ പിടിച്ചു തരാമോ? തത്തയോ? അയ്യോ, ഞാനിപ്പോ എവിടെ നിന്ന് തത്തയെ പിടിച്ച് തരാനാ മക്കളെ? തത്ത ഒരിടത്തുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നാ മതി. വരാം. എവിടെ വരേണ്ടത്? കിട്ടുണ്ണിയും അപ്പുണ്ണിയും കൂടി കണാരമ്മാമനെയും കൊണ്ട് പേരമരത്തിന്റെ അടുത്തേക്ക് നടന്നു. കിട്ടുണ്ണി തൊട്ടടുത്തുള്ള മണ്ടയില്ലാത്ത തെങ്ങിനെ ചൂണ്ടി പറഞ്ഞു, ആ തെങ്ങിലാ തത്ത ഉള്ളത്. ഇതാ നിങ്ങളുടെ തത്ത. തത്തയെ ഇടാൻ കൂടുണ്ടോ? ഉണ്ട്, കൂടുണ്ട്. പൂച്ചയെ ഇട്ടിരുന്ന കൂടുണ്ട്. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. പാലും കൊടുക്കും ഞാൻ, പഴവും കൊടുക്കും ഞാൻ. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. നോക്ക് തത്തപ്പനെ, നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നോക്ക് ചേട്ടാ, തത്ത വലിയ സന്തോഷത്തിലാ. കൂടെ ഒത്തിരി ഇഷ്ടമായി കാണും. അതെ അതെ, തത്തമ്മ വലിയ സന്തോഷത്തിലാണ്. ഒരു കുറുമ്പി പൂച്ച ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പുണ്ണിയും കിട്ടുണ്ണിയും അവിടുന്ന് പോയ തക്കം നോക്കി കുറുമ്പി പൂച്ച അവിടേക്ക് എത്തി. പൂച്ചയെ കണ്ട തത്ത ഭയന്നു. പേടിക്കണ്ട പേടിക്കണ്ട, എന്റെ കൂട്ടിൽ ആരായിരിക്കുന്നെന്ന് അറിയാനായി വന്നതാ. ചങ്ങാതി, എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനെന്ത് സഹായിക്കാൻ? എന്നെ ഒന്ന് പുറത്തിറക്കാമോ? നിനക്കങ്ങ് ഇറങ്ങിയേ പോരെ, ഞാൻ തനിച്ചാണല്ലോ ഇറങ്ങുന്നത്. അയ്യോ ചങ്ങാതി, എന്നെ ആ കുട്ടികൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓ അതെയോ, കഷ്ടമായി പോയി. പാവം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പൂട്ട് തുറക്കാൻ അറിയില്ല. നോക്ക് കൂട്ടുകാരാ, ഞാൻ ഉയരങ്ങളിൽ പറക്കാൻ കൊതിച്ചവളാണ്. പുഞ്ചപ്പാടത്തെ കതിര് കൊതിയോടെ കഴിച്ചതും അടുത്ത പേരയ്ക്ക തിന്നും സ്വന്തമായി കൂട് വെച്ചും ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പാവമാണ്. ഇനി ഞാൻ എങ്ങനെ ചിറക് വിടർത്തി പറക്കും? ഇനി ഞാൻ എങ്ങനെ ലോകം കാണും? ഇനി ഞാൻ ശരി, വേണേൽ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. നീ നന്നായി ഒന്ന് അഭിനയിക്കണം, പിന്നെ 2 ദിവസം പട്ടിണിയും കിടക്കണം. പറ്റോ? പറ്റും. പുറത്തു പോകാൻ പറ്റുമെങ്കിൽ എന്ത് വേണേലും ഞാൻ ചെയ്യാം.
ഇപ്പോൾ മുതൽ നീ ഒന്നും കഴിക്കരുത്, ശബ്ദിക്കുകയും ചെയ്യരുത്. അത്രയും പറഞ്ഞ് കുറുമ്പിപ്പൂച്ച അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം രാവിലെ അപ്പുണ്ണിയും കിട്ടുണ്ണിയും കൂട്ടിൽ വന്ന് നോക്കുമ്പോൾ തത്ത ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൊടുത്ത പഴവും കഴിച്ചിട്ടില്ല. ഇതെന്ത് പറ്റി? നിനക്ക് വിശപ്പില്ലേ? അതോ ഈ ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ? ശരി, വേറെ തരാം. അപ്പുച്ചേട്ടാ, തത്തമ്മ ഒന്നും തിന്നണില്ലേ? ഇല്ല കിട്ടു, അതിന് വയ്യായിരിക്കും. ചേട്ടാ, കൂട് തുറക്ക്. അയ്യോ കിട്ടു, നമ്മുടെ തത്ത. ആകാശത്തേക്ക് പറന്നുയർന്ന തത്തയെ കണ്ട് അപ്പുണ്ണിയും കിട്ടുണ്ണിയും ഞെട്ടി. കിട്ടുണ്ണി കരയാൻ തുടങ്ങി. അപ്പുണ്ണി കിട്ടുണ്ണിയെ ആശ്വസിപ്പിച്ചു. അയ്യോ, നമ്മൾ തത്ത പറന്നുപോയി. അയ്യോ, അത് പൊയ്ക്കോട്ടെ കിട്ടു. അതിന് പുറത്ത് ജീവിക്കാനായിരിക്കും ഇഷ്ടം. അത് പൊയ്ക്കോട്ടെ.